മീഷോ ഫൈൻസ് പാർട്ട് 5 കാണിച്ചു തരട്ടെ. മഴക്കാലത്ത് വെള്ളം ചവിട്ടാണ്ട് നടക്കുന്ന പോലെയാണല്ലോ ഇന്നത്തെ കാലത്ത് എസ്തറ്റിക്സ് ഇല്ലാണ്ട് നടക്കാന്ന് പറയുന്നത്. അതും തരഞ്ഞ് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ കടലിൽ മുത്തുച്ചിപ്പി തെരയണ പോലെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണുന്നത് ഇതാ ഇതുപോലുള്ള പേൾ ക്ലച്ചസാ. പക്ഷെ എന്ത് കിട്ടിയിട്ടും എന്താ കാര്യം? ബീന ടീച്ചറുടെ മോൾ എല്ലാം പഠിച്ചു, മുടി പിടിച്ച് കെട്ടുന്നത് ഒഴികെ. എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എനിക്ക് ആകെ 2 ഹെയർ സ്റ്റൈൽസ് അറിയാം. ഒന്ന് മുടിയെല്ലാം കൂടെ വാരി പിടിച്ച് മേലോട്ട് കെട്ടിക്കണ്ട് ഹൈ പോണി, 2 കുറച്ച് മുടി ബാക്കി ഇട്ടിട്ട് ബാക്കിയെല്ലാം മുടിയും കൂടെ വാരി പിടിച്ച് കണ്ടൊരു ഹാഫ് പോണി കെട്ട്. അങ്ങനെ ഞാൻ PG ക്ക് പഠിക്കുന്ന സമയത്താണ് ഇതാ ഈ ക്ലച്ചസ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. അന്ന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇത് 3 എണ്ണം ഇല്ലായിരുന്നു, അതിലെ റെക്ടാങ്കിൾ 1 ഇല്ലാണ്ട് ബാക്കി 2 എണ്ണം എന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലേക്കും വീട്ടിലേക്കുള്ള അച്ചാലും മുച്ചാലുള്ള യാത്രയും എന്റെ അലക്ഷ്യമായ ജീവിതവും അതിനെ അങ്ങ് കൊന്നുകളഞ്ഞു. ഇത് എപ്പോ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ 4 ആള് 40 അഭിപ്രായം പറയുന്നതുകൊണ്ട് ഇത് തന്നെ ഒന്നുകൂടെ വാങ്ങാന്ന് ഞാൻ വിചാരിച്ചു. ഇഷ്ടപ്പെട്ട സാധനം വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു തെറ്റല്ലല്ലോ. 2 എണ്ണത്തിന്റെ പൈസക്ക് അതേ ക്വാളിറ്റിയിലുള്ള 3 എണ്ണം കണ്ടപ്പോ എന്റെ മനസ്സൊന്ന് കുന്തളിച്ചു. തല നിറച്ചും പൊതിയുള്ളതുകൊണ്ട് മുടിക്ക് വളരെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ആദ്യം കാണിച്ച റെക്ടാങ്കിൾ ക്ലച്ചസ് എന്റെ തലയിൽ നല്ല ലൂസായിരുന്നു. അങ്ങനെ എന്നെ പോലെ തലയിൽ വലിയ എഫേർട്ട് ഒന്നും എടുത്ത് താജ്മഹൽ ഒന്നും പണിയാൻ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.